പശ്ചിമേഷ്യയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുത്തിയ ചരിത്രപരമായ സമാധാന കരാർ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ മുന്നറിയിപ്പുകളെയും ഉപദേശങ്ങളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനന് നേരെ നടത്തിയ പുതിയ ആക്രമണങ്ങളാണ് ഈ ഉഭയകക്ഷി ചർച്ചകളെ തകിടം മറിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഈ നിർണായകമായ സമാധാന നീക്കത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണഘട്ടമാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പ്രാദേശിക യുദ്ധം ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടം പരമാവധി ശ്രമിക്കുമ്പോഴാണ് അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേൽ സൈന്യം ലെബനൻ മണ്ണിലേക്ക് വീണ്ടും മിസൈലുകൾ വർഷിച്ചിട്ടുള്ളത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാത്രമല്ല ഈ യുദ്ധവെറിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടുതൽ ആശങ്കാജനകമാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് പ്രമുഖ ക്യാബിനറ്റ് സഹപ്രവർത്തകർ കൂടി ലെബനനിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ പരസ്യമായി കടുത്ത ഭീഷണികൾ മുഴക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ലെബനനിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മന്ത്രിമാർ നടത്തുന്ന ഇത്തരം തീവ്ര പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മേലുണ്ടാക്കുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് സഖ്യകക്ഷിയായ ഇസ്രയേൽ നടത്തുന്ന ഈ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. ഇസ്രയേലിന്റെ ഈ കടുത്ത നിലപാടുകളോട് വാഷിംഗ്ടണിലെ ഉന്നത ഭരണകൂടം മുൻപത്തേക്കാൾ ശക്തമായാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് നെതന്യാഹു സർക്കാരിനെതിരെ പരസ്യമായി കടുത്ത വിമർശനങ്ങളുമായി രംഗത്തെത്തിയതാണ് ഈ നയതന്ത്ര വിള്ളലിന്റെ ആഴം വ്യക്തമാക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രയേലിന്റെ എല്ലാ നീക്കങ്ങളെയും കണ്ണടച്ച് പിന്തുണയ്ക്കാൻ അമേരിക്ക തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് JD വാൻസിന്റെ വാക്കുകൾ നൽകുന്നത്. ഇസ്രയേലിന്റെ നിലപാടുകൾ അമേരിക്കയുടെ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കും പശ്ചിമേഷ്യൻ സമാധാനത്തിനും വലിയ ഭീഷണിയാണെന്ന് വൈസ് പ്രസിഡന്റ് തുറന്നടിച്ചിരിക്കുന്നു. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ റിഫത്ത് ജാവേദ് ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണങ്ങൾ ആഗോള മാധ്യമ ശ്രദ്ധ നേടുകയാണ്. അമേരിക്കയിൽ ഭരണം മാറിയതിനു ശേഷം ഇറാനുമായി ഒരു പുതിയ ആണവ സമാധാന കരാറിലെത്താൻ ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി വലിയ താല്പര്യമാണ് കാണിച്ചിരുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ ആഗോള നയതന്ത്ര നേട്ടത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് നെതന്യാഹുവാണെന്ന് റിഫത്ത് ജാവേദ് ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ ഉപദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ഈ വ്യോമാക്രമണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്ക് പോലും കോട്ടമുണ്ടാക്കുന്നതാണ്. താൻ പറയുന്നതനുസരിക്കാത്ത ഒരു സഖ്യകക്ഷിയായി ഇസ്രയേൽ മാറുന്നത് ട്രംപിന് ആഭ്യന്തര രാഷ്ട്രീയത്തിലും തിരിച്ചടിയാക്കുന്നുണ്ട്. ലെബനൻ ജനതയെ കൂട്ടത്തോടെ ശിക്ഷിക്കുമെന്ന തരത്തിലുള്ള ഇസ്രയേൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഹിസ്ബുള്ളിയെ തകർക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം ഒരു രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഭയപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇസ്രയേൽ പയറ്റുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നിലപാടുകൾ കൂടുതൽ പ്രസക്തമാകുന്നത്. അമേരിക്കൻ നികുതി പണം ഉപയോഗിച്ച് ഇസ്രയേൽ നടത്തുന്ന ഈ അനാവശ്യ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന വാദമാണ് വാൻസ് ഉയർത്തുന്നത്. ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഇസ്രയേൽ വിരുദ്ധ വികാരം ശക്തമാക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഇറാൻ ഈ സാഹചര്യങ്ങളെ വളരെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുമെന്ന സൂചനകൾ ടെഹ്റാനിൽ നിന്ന് വരുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ സമാധാന പ്രതീക്ഷകളെ വീണ്ടും പതിറ്റാണ്ടുകൾ പിന്നോട്ട് നയിക്കും. റിഫത്ത് ജാവേദിന്റെ വിലയിരുത്തൽ അനുസരിച്ച് നെതന്യാഹു തന്റെ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇസ്രയേലിൽ തനിക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ നിന്നും ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവും നെതന്യാഹുവിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ പുതിയ ഭരണകൂടം എന്താവശ്യപ്പെട്ടാലും അതനുസരിക്കാൻ നെതന്യാഹു തയ്യാറാകില്ല. ട്രംപിന്റെ സമാധാന പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഈ നയതന്ത്ര യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് വരും ദിവസങ്ങളിലെ നിർണായക നീക്കങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ട്രംപ് ഭരണകൂടം ഇസ്രയേലിന് നൽകുന്ന സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. JD വാൻസിനെ പോലുള്ള ഉന്നത നേതാക്കൾ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് മേൽ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ പോലും അമേരിക്ക നിർബന്ധിതരായേക്കാം. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ അഭൂതപൂർവമായ അകൽച്ച ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ലെബനനിലെ സാധാരണ ജനങ്ങൾ ഈ വലിയ ശക്തികളുടെ രാഷ്ട്രീയ കളികൾക്കിടയിൽപ്പെട്ട് വീണ്ടും ദുരന്തത്തിലാവുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ തകരുന്ന നഗരങ്ങളും ഇല്ലാതാകുന്ന മനുഷ്യജീവനുകളും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.
റിഫത്ത് ജാവേദ് തന്റെ കമന്ററിയിൽ അടിവരയിട്ട് പറയുന്നത് പോലെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി മാറും. ഇറാനുമായി സമാധാന കരാർ തകരുന്നത് ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തികമായ ഊർജ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഈ ധിക്കാരപരമായ സമീപനം അന്താരാഷ്ട്ര വേദികളിൽ അവരെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ ഉപകരിക്കും. സ്വന്തം ജനതയുടെയും സൈനികരുടെയും സുരക്ഷ പോലും അപകടത്തിലാക്കിക്കൊണ്ടാണ് നെതന്യാഹു ഈ കളി തുടരുന്നത്.